എടാ അനിയോ ഇത് സീനാട്ടോ, ഇത് നാടൻ കോഴിയാണ്. പണ്ടാടൻ കോഴിക്ക് എന്ത് സ്റ്റാമിനയാണ്. കണ്ടപ്പോൾ ഞാനത് തിരുവടിയില്ല. അയ്യ കിട്ടിയടാ. മക കിട്ടും. കിട്ടിയില്ലേ? കിട്ടി. വിട്ട ഇനെ എന്താ തിന്നാൻ കൊടുക്കില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ് ഇനി നമ്മളപ്പം കരിക്കുട്ടനുണ്ട്. എന്താ വർത്താനടാ? കരിക്ക് സുഖം, നല്ല സുഖം. ചിക്കൻ തയ്ക്കണം, നല്ല കറക്റ്റാണ്. ഇതുമ്പെന്ന് എങ്ങാനും വിട്ട് കഴിഞ്ഞാൽ നേരെ പോയി ഈ മണ്ണിൽ ചെന്നുള്ളൂ. ഓനക്ക് ഇതുമ്മ കടക്കാൻ വയ്ക്കൂല, മണ്ണിൽ കടക്കണം, മണ്ണിൽ കടന്നു. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സാധനങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെ സാധനം ഉണ്ട് ആ കൊട്ടയിലാണ് നമ്മൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി പോണത്. അതായത് ഈ കൊട്ട, ഈ കാണുന്ന കൊട്ടയിൽ ഗൈസ് നമ്മൾ കുറച്ച് ആൾ ഇവിടെ അല്ലേ നമ്മളെ ഇമ്മ പൊന്ന് പോലെ വളർത്തിയ ആൾക്കാരെ കൊണ്ടുപോകാൻ പോവാണ്. എടുക്കുമ്പോൾ കൊണ്ടുപോകണേ വാങ്ങിയ പിടിക്കാനല്ലേ നമ്മള് ഗൈസ് തിന്നാൻ കൊടുത്താൽ കുറച്ച് കാല് ചവിട്ടിയിട്ട് ഞാൻ കണ്ടില്ല. അത് സാരല്ല, അവിടെ വെച്ചാളെ സാരല്ല. ആ കാലടി കൂടെ നടന്ന എങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോ സാരല്ല, പോട്ടെ. ഗൈസ് നമ്മളെ പെരിയില് ഏകദേശം എത്ര കോഴിക്കളുണ്ട്? ഒരു 5-8 കോഴികൾ എന്തായാലും ഇല്ലേ? 5-8 കോഴികളുണ്ട്. അപ്പം അതിൽ 2-4 കോഴികളെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോകണം. അതിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നിന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിലിട്ടാണ് കൊണ്ടുപോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അടിയിലൊരു ചട്ടപ്പെട്ടി വിരിച്ചാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ആകെ തൂറി അരപ്പാകും, പിന്നെ കാലും ആയിട്ടുള്ള കാലൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ഇട്ട് കൊണ്ടുപോകാനാണ് പ്ലാനിങ്. എന്നാൽ ബനും കയറ്റിയല്ലേക്ക് വേണ്ടല്ലേ? ഓൻ എത്ര രൂപ ഇട്ടാവോ? ഇറച്ചിക്കൊക്കെ നല്ല ടേസ്റ്റ്, നല്ല വില കയറുമല്ലേ പൂച്ചിറച്ചി. ഗൈസ് നമ്മളെ കോഴിക്കോട് വരുന്നത് അവിടെയാണ്, മുകളില്. അതായത് 2 കോഴിക്കോട് ഉണ്ട് നമുക്ക്, അല്ലേ മമ്മ? 2 അല്ലേ? 3 ഒന്ന് ഇവിടെ ഇതിലില്ലേ? മണ്ണും കൂടി. ഇതിലെത്ര കോഴിക്കളുണ്ട്? ആണോ? 2. ഒരു ചെങ്ങനും ഒരു പെട്ടിയും ആ താഴെ കാണാൻ ആ കൂട്ടില്. പിന്നെ ഇതിലാരൊക്കെ അമ്മ? ഒരു ചെങ്ങനെയും പെട്ടിയും. ഓരോരുത്തർക്ക് ഓരോ കൂടാ, ഓരോരുത്തർക്ക് ഓരോ കൂടാ. ഓനെ കൊടുക്കണ്ട. ഓ അതിനെതാക്കിയിട്ടാണ് ഇപ്പം സീനായിന്. അതായത് ഇതിനെ ഞങ്ങൾ കൊണ്ടുപോയി വിൽക്കാന്ന് പറഞ്ഞിട്ടാണ് ഇമ്മ പ്രാങ്ക് ചെയ്തിനെ. എന്നിട്ട് അതിന്റെ ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയ എല്ലാരും വീഡിയോ കണ്ടാക്കി തരാം. എവിടെ ഇറങ്ങണില്ലല്ലോ. ചെങ്ങായി എവിടെ എവിടെ? അവിടെ ഉണ്ടോ? അതാക്കണേ അങ്ങോട്ട് പോയി. എന്നാ ഇനി അവിടെ നോട്ടെ കേസ്. ഒരു പെട്ടുണ്ട്. ശരി, പൊരുന്തലൊന്നുമില്ല. മുട്ടൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഓംപ്ലേറ്റ് അടിച്ച് കഴിക്കാനില്ലതാ. ഓനിപ്പോ ഇറങ്ങണില്ല, ഓനങ്ങനെ തിന്നുന്നുണ്ട്. അവിടെ നോട്ടെ. അതിലൊരു പെട്ടനെ കൊടുക്കാണ്ടോ? എന്നാ ഒന്നിനെ എടുത്തോളിന്നാ. നമ്മളൊരു വെള്ള ഒരുത്തനെ വാങ്ങിന്, ഒരു ചെങ്ങനെ വാങ്ങിന്. ഇപ്പം നാടൻ ടൈപ്പ് ഒരു സാധനമാണ് അല്ലേ മമ്മ? നല്ല ചൊറുക്കാണ് കാണാൻ, നല്ല ചൊറുക്കാണ് കാണാന്. ഒരു ചളിയും പൊടിയും എന്റെ മേത്തില്ല. നോക്കട്ടെ, ഞാൻ വെള്ളം അടിച്ചു കൊടുക്കും. അപ്പൊ നിന്ന് തരും, ആ കല്ലുമ്മക്കട് കേറുവന്. ഓൻ അടിപൊളി ചെക്കനാണ് ഗൈസ്. ഓനെ കൊടുക്കണം എന്ന് വെച്ച് വലിയ താല്പര്യമൊന്നുമില്ല. ഇവനാണ് ഉമ്മയൊക്കെ പറഞ്ഞതിന് രാത്രി വൈകുന്നേരം ആവുന്ന ടൈമില് കൊക്കണ കോയില്ലേ, ആ സാധനമാണ്. അറിയോ എന്തിനാ? ഓൻ വന്ന് ഇവനെ കൊത്തും. ആദ്യം ഇവൻ പായുവിന്, ഇപ്പൊ ഇവനും കൊത്തും, 2 കൊത്തും. അല്ല പിന്നെ എത്ര എണ്ണീറ്റാ കൊത്തോളൂ? അതാണ് വെള്ളല്ലേ ഓനെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി അതില് ടോട്ടൽ 4 പെട്ടാളുണ്ടല്ലോ. 4 പെട്ടി ഒരു ചെങ്ങനല്ലേ? ഓ എനിക്ക് തോന്നണ വെള്ളനെ കിട്ടാൻ നല്ല ടാസ്ക് ആക്കി തരാം. ഉള്ളിൽ കയറേണ്ടി വരും. 1 മിനിറ്റ്. അത് ശരി, ആയിക്കൂടെ പറ്റുമോ അമ്മ? അങ്ങനെ ഭാഗത്തുകൂടെ നോക്കട്ടെ ഗൈസ്. ഞാൻ ഉള്ളിക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഒച്ചയും വിളി ഉണ്ടാക്കല്ലടാ. അപ്പൊ അതാ നീക്കിയക്കടിയപ്പാ. അല്ലേ ഇവിടുന്ന് അങ്ങോട്ടാട്ടിയല്ലോ.
നിങ്ങൾക്ക് കേറുക സൂലുണ്ടാക്കിയേക്കണ മൈക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു. മക്കളെ മുട്ട കിട്ടൂലേ, അതാണ് അവിടെ അങ്ങനെ പൊളിച്ചത് അവിടെ എടുക്കണം. എടാ അതിലൊക്കെ ചാടി കേറുവോ? പുറത്തേക്ക് ഇറങ്ങി അത്രക്കും നല്ല നമുക്ക് ആട്ടി പിടിച്ചാ കിട്ടിയെങ്കിൽ ഉണ്ടാവും. കിട്ടൂലേ? ഞാൻ പറയുമ്പോടാ എങ്ങനെയും അതിനെ പുറത്തേക്ക് ഇറക്കിക്കളാം, അതിനെ മാത്രം അതിന്റെ പിന്നാലെ കൂടി പിടിച്ചാൽ മതി. അത് മണ്ടി കഴിയാൻ ഉമ്മമ്മ ഉണ്ടാവില്ല, ഉമ്മമ്മ തൂക്കി മണ്ടി പിടിക്കാന്. ഞാൻ അങ്ങോട്ട് മണ്ടിയാല് എങ്ങനെ ഉണ്ടാവുന്നത് ഫുൾ സ്ട്രോങ് നമുക്ക് കോയ്യാതെ വരുന്ന പൊളിച്ചേണ്ട ആവശ്യമില്ല. നോക്കാം. അല്ല പോയത് പോയിക്കോട്ടെ, അത് നമുക്ക് നോക്കാം. ആദ്യം പോണേ രണ്ടാമത്തെ നമുക്ക് ആ വെള്ളനെ അവിടുന്ന് പിടിച്ചാ. ആണോ? ഞാൻ ഇറങ്ങാം കളത്തിലേക്ക്. അതെങ്ങട്ടാ പോണത്? ഇവിടെ 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 വായി അത് ഇതാ പോണിട്ടോ. എടാ അതിനൊരു കണ്ണു വേണ്ടോ? അതിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ട് ഇമ്മമ്മ വേണ്ട, അതിന്റെ കൂടെ ഇതാണെന്ന് അറിയാം, ഇങ്ങോട്ട് തന്നെ വന്നോളൂ. പാറട്ട് ഞമ്മക്കേ ഒരു കാര്യം കാട്ടാം, ആ വെള്ളനെ മാത്രം ഇറക്കുക. ഉമ്മ അവിടെ വാതിൽ തുറന്നു കൊടുത്താ അടിയിൽ. ഞാൻ നാളെ തുറന്ന വൈകി തുറക്കി. എന്നിട്ട് ആ ചെങ്ങോയിനെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നാലെ കൂടി പിടിച്ചാ, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ആ അല്ല പിന്നെ വാൽമ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആര് വാൽമ പിടിച്ചേ? വാൽമ പിടിച്ച് ഇതാക്കി വെച്ചിരിക്കണേ. ഇതെന്താ മീൻതല ഇട്ട് കൊടുക്കണേ? കഴിച്ചു നോക്ക്, കോഴിക്ക് മീൻതല ഇട്ട് കൊടുക്കണേ. അതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ കയറാൻ വെക്കോ? ഞാൻ കാണിച്ചു തരാം. ഏയ് അതൊന്നും കയ്യൂലമ്മ. ഇല്ല ഞാൻ ഇവിടെ നിന്ന് ആട്ടാ. അങ്ങനെ തന്നെ ഉമ്മമ്മ ആ ഭാഗത്ത് കൂടെ ആട്ടി. ആ കൈതിനെ ആട്ടി വിട്ടാ ഓടുന്നി. അമ്മേ ഇവിടെയാണ് നിൽക്കാണ്. അത് ഈ കൂടെ നടക്കട്ടെ. ഞാൻ ഇവിടെ പോയിക്കോളൂ. ഇതെന്തിനാ ഈ പാറാ നിക്കണേ? പോയോ? ഇനി വെല്ല വെല്ല പിന്നാലെ കൂടിയാ മതി. ബാ 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 നോക്കട്ടെ. അമ്മ ആ പൂവൻ കോയിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ വരുമോ? നടക്കടാ, ഞാൻ അത് കൂടെ പോയിക്കോട്ടെ. ഉമ്മ ആ കോയിനെ ആട്ടണ്ട, ഐഡിയ പ്രയോഗിച്ചു നോക്കാം. ആടാ കോഴിയെ പിടിച്ച അങ്ങക്ക് വേണം. ഇത് നാടൻ കോഴിയാട്ടോടാ. ഞാൻ അതിന്റെ പിന്നെ എടാ അനിയോ ഇത് സീനാട്ടോ, ഇത് നാടൻ കോഴിയാണ്. ഇപ്പം നല്ല മണ്ടലാണ്. പെരീക്ക് പെരീക്ക് നേരെ മണ്ട് പെര അനുജ കടിക്ക് വിളിച്ചോട്ടോ. ഞങ്ങൾ ഇന്ന് വരുന്നില്ല, നാളെ വരാറാ. കേറി കൂട്ടിപ്പോ ഇങ്ങോട്ട് വരുന്നേ. ഇതെന്താ ഈ ഡബ്ബർ തോട്ടത്തൂടെ കറങ്ങി കളിച്ചണേ? ഇതിങ്ങോട്ട് റോട്ടിക്ക് മണ്ടിന് പഠിച്ചോനെ ഉണ്ടല്ലേ? അതിലെ പോവില്ല.
പടച്ചോനെ അവിടെ നിക്കേ എടാ അനിയോ ആയിക്കോടാ എടാ അതിന് ഓട്ടി പിടിച്ചാ വിചാരിച്ചപ്പോ ബാ 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 കൂട്ടുക കൂട്ടുക്ക് എടാ എനിക്ക് തോന്നുന്നു അതിന്റെ മണ്ടൽ കണ്ടിട്ട് കുഴങ്ങിക്കണെന്നാ അപ്പൊ കുറച്ച് നേരം കുടിക്കഴിഞ്ഞാ ബാ 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 ഇതെങ്ങട്ടി ബാ ബാ ആ കൂട്ടിക്കേറ് കൂട്ടിക്കേറ് കൂട്ടിക്ക് 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 ആ കോയി എൻ്റെ കൂടെ അതാടാ കൂട്ടിക്ക് പൈന പിടിച്ചട്ടെ കൂടാടെ കൂടാടെ കൂട്ടിക്കേറ് കൂട്ട് കൂടെയാടാ കൂട്ടുകാർ തേങ്ങാക്കൊല ഏത് നേരത്താണോ തുറന്നുവിടാൻ തോന്നി ആ പാറാൻ നോക്കണേ ഉമ്മ ആയിക്കോടാ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് അടിക്കണി ആയി പോയി തേങ്ങ ഔ എടാ അവിടെ ആട്ടടാ ആട്ടാട്ടി ആട്ടി ആട്ടി ആ അങ്ങനെ തന്നെ അതാ പോണേലും മേ താഴത്തെ പെരീക്ക് താഴത്ത് കൂടണില്ല താഴത്തുണ്ട് എങ്ങോട്ടപ്പോ പോയത് അല്ല അവിടെ മാറി ബാ 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 പോടങ്ങി അവിടുന്ന് അല്ല കമ്പും ചുള്ളിയും മേത്തേക്ക് കുത്തി കയറും ബാ 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 അതിൻ്റെ ഉള്ളിലുണ്ട് പറ അടക്കേ ഉമ്മ മേളിന്ന് മാറിക്ക് അല്ലെങ്കിൽ ഉമ്മനെ കണ്ട് മണ്ടും ബാ അതിനെ കുഴക്ക് മാറ്റണില്ലേ അയ്യോ കുഴങ്ങി ഞാൻ കുഴങ്ങിയാലോ അതിനെ കഴിച്ചൊന്ന് കുഴക്കിയിട്ട് നമ്മൾ പിടിച്ചും നിക്ക് പോയി എന്തത് പോക്കറ്റ് മുട്ടമായി പോണി പണ്ടാറ നിക്ക് പോയി അതാ പണ്ടാറം കോയിക്ക് എന്ത് സ്റ്റാമിനയാണ് എങ്ങോട്ടാണ് പോയത് പായ വയ്ക്കണ ഒരു പായിട്ട് ഞാൻ കൊറേ പാഞ്ഞില്ല പക്ഷെ അവിടെ അതിന്റെ അവിടെ അതിനെന്തും മമ്മ തിന്നാ കൊടുക്കല് ഞാൻ തൊടില്ല ഉണ്ട് തൊട്ട പോലെ ഗോതമ്പോ ഇത്രക്ക് എനർജി പോയിക്ക് ഞാൻ നല്ലവിടെ പോന്ന് കൂടിയാണ് മിന്നിൽ പോയി ബാ ഞാൻ ആ ഫിലാവിൻ്റെ അവിടെ നിന്നിട്ടുള്ള ബാ കണ്ടപ്പോൾ ഞാനവിടെ എത്തിയിട്ട് കൂടിയില്ല അയ്യ കിട്ടിയടാ തേങ്ങ നമ്മളെ കുടുംബക്കാരെ പേരെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ തീർത്തട്ടും എവിടെ അതിൻ്റെ ഉള്ളിലുണ്ടോ ബാ കിതച്ചിട്ട് നല്ലോണം കുഴങ്ങിക്കണേ എവിടെ മങ്ങടി ചെല്ലി ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വാഴക്കടത്തിൻ്റെ ഉള്ളിൽ കയറാണ് എന്താ പടച്ചോണി കോഴി എങ്ങോട്ടീ പോണേ എടാ ഞാൻ ഓട്ടോറിക്ഷപ്പം കയറും ഞാൻ പറയുമ്പോഴേ
അതിന് വല്ല പെരീക്കാട്ടാ ഇതാക്കണേ അവിടെ ഉണ്ട് അവിടെ കുടുങ്ങിയോ ആ ഗൈസ് അവിടെ കുടുങ്ങിക്കണേ മാ റോഡിൻ്റെ അടക്കുമാ കൊഞ്ഞ കിട്ടും അല്ലാ നമ്മളെ ഇന്ത്യകളും കൊഞ്ഞിക്കണേ അമ്മ ആയിക്കോട്ടോ മിണ്ടല്ലേ ആക്കം പോലെ ഉമ്മമാനെ കൈസ് കാണാൻ തന്നെ ഇല്ല കേട്ടോ മക കിട്ടും കിട്ടിയില്ലേ കിട്ടി ചേ വിട്ട ഇല്ലേ അടക്കട വല്ല വല്ല ആനോ അവിടെ കിട്ടും ആനോ അടക്കം ഞാൻ അപ്പുറത്ത് കൂടെ വരാം ഏടാ ചെങ്ങായി അത് എങ്ങോട്ടപ്പോൾ പോയത് ചത്തോ ചത്തത് എങ്ങോട്ടാ പോയത് അതിൻ്റെ ഉള്ളിൽ കയറിയോ ആ കിട്ടി കൈ സമാധാനായി എൻ്റെ പൊന്നോ ഹനുട്ടാ ഹനുവിട് വളംകൊള്ളിയൊക്കെ ഉണ്ട് കേട്ടോ നല്ലോ വളം കൊടുക്കും അല്ല ഇതിനെ പറഞ്ഞ എന്ത് ചെയ്യാനാ ആ എന്തൊരു മണ്ടന വണ്ടിയത് അതാ പറഞ്ഞേ ഒന്നാളെ കൂട്ടൊന്ന് ചാടിയിട്ടേ കിട്ടിയത് എങ്ങനെയൊക്കെ ചോര ഒന്നൊന്നര കഷ്ടപ്പാടാണ് കേട്ടോ ഇതിന് എന്താ തിന്നാൻ കൊടുക്കില്ല ഗോതമ്പ് ഉരുട്ടിയാണ്ടാണ് ഇതിന് ആദ്യം ലേശം വെള്ളം കൊടുക്കാം കൈ സിമ്മ വെക്കണ അവിടെ മുകളിൽ നിൽക്കണേ ഇതാ അവിടെ ഉണ്ടല്ലേ മണ്ണ് ആക്കണേ അല്ലാ സീനാണ് ഗൈസ് കോഴി കൂവേണ്ടിയത് സാധാരണ രാവിലെയാണ് ഇവൻ രാത്രി 12 മണിക്ക് അതേപോലെ തന്നെ രാവിലെ സുബൈക്ക് വൈകുന്നേരം ബാങ്ക് കൊടുക്കുമ്പോൾ ആ പെട്ട കൂട്ടിക്ക് കറിക്കോളും പിന്നെ കൂടെ വെച്ചാൽ അതിൻ്റെ പിന്നാലെ മണ്ടല് കോഴി ആകെ കുഴങ്ങിക്കണേ തൊള്ള വിളിക്കണുണ്ട് മമ്മ ഈ കോഴിക്ക് ലേശം വെള്ളം കൊടുക്കണമല്ലോ കേൾക്കണേ എവിടെ എന്നാ വക്കിരുന്ന് ലേശം വെള്ളം കൊടുത്തമ്മ എങ്ങനെ വെള്ളം കൊടുക്കാൻ അറിയില്ല അല്ലാ കൊഞ്ഞി വെള്ളം കുടിച്ചോ വെള്ളട്ടോ മഞ്ഞി വെജിന് മണ്ടാനി ഇതിൽ ചുണ്ടേക്ക് താത്തി വെള്ളത്തിൽ വെക്കുക കുറച്ചു നേരം ചുണ്ടേക്ക് താത്തിക്ക് അപ്പൊ അതിനെ കൊടുക്കേണ്ടിയാണ് മുക്കി കൊല്ലട്ടില്ലേ അമ്മ അമ്മ പുറത്തേക്ക് എടുക്കുക അതിന്റെ ചുണ്ട മാത്രം എന്നിട്ട് വെക്കുക മറ്റേ കോഴിപ്പീടിയിലെ ആൾക്കാർ ഇടുന്നുണ്ടല്ലേ അത് ഇറക്കാനാണ് അങ്ങനെ കൊടുക്കുക ആ അതിന് മൂക്ക് പോയിട്ടോ മതി 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 അങ്ങനെ പിടിച്ച് വെച്ചോളേ ആ കൂടെ അവിടെ ആ കൂട്ടിക്ക് വെച്ചോളേ കൊണ്ടുപോകണില്ലേ ആ കൊണ്ടുപോയി അതിനല്ലേ ഈ മണ്ടി പാഞ്ഞ് പിടിച്ചത് അവിടെ നേരെ ഇട്ടായിട്ടോ ആ അത് പിടിക്കാം അത് പിടിച്ചു കഴിഞ്ഞമ്മ രാത്രിയാവും എനിക്ക് വെച്ചാ അത് തന്നെ തന്നെ കൂട്ടി കയറിക്കോളും അത് തുറന്നു വെച്ചാലേ അത് കയറിക്കോളും അമ്മ ഇനി 2 വാതിലുണ്ട് അവിടെ വിട്ട് കഴിഞ്ഞാൽ ഇത് കൂടെ പോവും അല്ല മണ്ടത്തരം കാട്ടുന്നത് മമ്മ അവിടെ അവിടെ ഉണ്ടോ ഞാൻ അതിലൊക്കെ വയ്യ കോയില്ലാതെ മണ്ട ഞാൻ അതിലൊക്കെ വണ്ടിയില്ലേ ഓനെ കൊണ്ടുപോക അതിന് കൊടുക്കണ്ട അതാണ് ഇപ്പൊ ആകെ പറഞ്ഞനുസരിക്കണ കോയി ചെറുപ്പത്തിലെ കോയിനെ പിടിച്ചല്ല പുതിയ കഴിഞ്ഞില്ലേ വണ്ടീട്ട് ഞാൻ കേട്ടി അവിടുന്ന് ആവാൻ്റെ ഒന്നും കിട്ടിയില്ലേ ഇല്ലേ അവിടുന്ന് കിട്ടണല്ലേ ഇതേ ഇക്കുടിക്ക് തുറന്ന് പോണ വെച്ചിട്ടാ നമ്മക്ക് വണ്ടി എത്താൻ വൈകില്ലേ മറകട്ടിലൂടെ ഇക്കൂടെ പോയിട്ട് അമ്മേ കുട്ടികളെ അതിനെ വാഴത്ത് പാഞ്ഞമായിരിക്കും ഇപ്പൊ പായം വയ്ക്കണില്ലല്ലേ പായം വെക്കയ്യല്ലേ പക്ഷേ ഇവിടെ ഫുള്ള് ഗ്രൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തേലൊക്കെ കാട്ടാ ഇത് കട്ടയും കല്ലോ പല വയ്ക്ക് കൂടിയും പായണ്ടേ അതാണ് അതിന്റെ അടി കൂടെ കേറാ പോയതിന് കുറ്റി മുള്ളു ഐറ്റം കുഴപ്പമില്ല അതിനാളെ ഏത് അടി കൂടെ മണ്ടി പാഞ്ഞിറക്കും നമ്മളങ്ങനല്ലല്ലോ ഇതിലാണ് പോണുണ്ടു പിന്നെ പിന്നെ ബാബുവിന്റെ എന്തോ കാര്യമായിട്ട് പരിപാടി ഉണ്ടാവും പരിപാടി വോട്ടിന്റെ നമ്മൾ
നമ്മൾ ആളെടുത്താണ്ട് ഇതിക്കിടാണ് കൊട്ടയ്ക്ക് ഇടാൻ പോവാണ് ബാക്കിയിലെ കോഴിക്കളൊക്കെ ഞാൻ പിടിച്ചോളാം ഇജ്ജ് രണ്ടും കൂടി തുറക്കല്ലേ ഞാൻ പിടിച്ച ഇവിടെ എത്തിണ്ട് ആണോ അവനെ ഇത് പറഞ്ഞോ ഇല്ല 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 ഇവിടെ ഞാൻ നോക്കിക്കോളൂ ആദ്യം പിടിച്ചട്ടെ ഇനി കൊടുക്കണം പെണ്ണിനെ കൊടുക്കണോ നീ കൊട്ട പിടിച്ചണ്ടേ കൂട് പിടിച്ചോ കൂട് പിടിച്ചോ വെക്കട്ടോ വാൽമ പിടിച്ചല്ലേ ആകെ ഒറ്റ ഓടി ചാടുന്നു പൊളിച്ചാടാ അല്ല ഇങ്ങോട്ട് നല്ലൊരു കോഴിയാണ് നല്ല കളറുള്ള ഒരു കോഴിയാണ് ഉമ്മ വെള്ളം നനപ്പിച്ച് ആകെ നസ്കുസ് നോക്കി ഇനി അത് കോഴിയാ അതിലുണ്ട് ഒരു പട്ട ഏല് താഴത്തിലോ ഔ എന്നാ നടക്കി എൻ്റെ പൊന്നോ വല്ലാത്തൊരു കോഴിക്കഥായി പോയി മമ്മ ഇനി ഇതിന്റെ പിന്നാലെ എവിടെ മാണ്ടേണ്ടി വരും ഇക്കറിയില്ല മാനേ എനിക്കറിയില്ല എങ്ങനെ പിടിച്ചാണ് ആ നോക്കെ ഇതിനൊക്കെ എന്ത് സുഖാലേ ആന്ന് ഇതിലേക്ക് അങ്ങനെ തോനമാണോ എടുക്കണം വേണ്ട അത് ചെറിയ കുട്ടിയല്ലേ ഓണത്തിനുള്ളിൽ കൊടുക്കാനപ്പോ ഓനെയും കൂടി എന്നാ ഓനും കൂടി എന്നാ അതിനൂടെ ഇട്ടോ ഒറ്റക്ക് നടക്കണ്ട നമുക്ക് കോഴിക്കളുണ്ടോ ആകണേ ഞോലുണ്ട് കൈ കുടുങ്ങിണ്ട് ഈ കൂട് വെപ്പറാളം കൊണ്ട് മാന്റെ മണത്തിട്ട് കൂട് ഒഴിവാക്കണം ഇവിടുത്തെ മയൂന് പെയ്ത പറയേണ്ടിയില്ല മഴക്കാലം പെയ്ത അല്ലെങ്കിലും പറഞ്ഞിട്ടില്ല ആകതാവും ഞമ്മക്ക് ഇവിടെ ആകണ കൊത്തു പറഞ്ഞാക്കണ ഈച്ചാള് എന്താ അറിയോ നോക്കി വെച്ചാ പുറത്ത് കോഴിപ്പേന്റെ പോകരുത് തോണി വന്നാൽ നമുക്ക് തകി അല്ലാ ഇതില് മറ്റോന്റെ കുട്ടിയാണിതേ ആ പിടിച്ചാ കിട്ടണമല്ലേ ഓന്റെ കുട്ടിയാണിതേ ഓന്റെ കുട്ടിയാണടാ ഓനെ കുട്ടിയാൾ തന്നെ താത്താക്കും കൊടുത്തതേ നിക്കാൻ വെക്കുവോ അതില് എല്ലാവർക്കും കൂടി മേൽക്കും മേലെയാണോ അത് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളൂ സൈഡിക്കൊക്കെ നീങ്ങിയിരിക്കണേ ഇത് കട്ടടെ ആണോ കടുവ കടുവല്ല കരിമ്പുലി എന്താ ഇതിനെ കാട്ടടാ കരിമ്പുലി അതിന്റെ അവിടെ കൂടുപടി എവിടെ കൂടുമ്പോ കാര്യമായിട്ട് കോയിനെ പിടിച്ചാണ് ഇബണ്ട് അതിന്റെ അടി കൂടെ കൂട്ടിക്കയറാൻ നിക്കണേ ഓനക്കൊരു കൂടുണ്ടാക്കിയാണ് ഓനെ ഇട്ടാലമ്മ എടുത്തോളി അടിക്ക് പൊക്കിക്കോളി ഇതിനെ പോയിട്ട് വാതിലടച്ചാൻ നമ്മമ്മ അതിലടിച്ച് വരില്ലേ വേഗം വരും കേട്ടോ എന്നാ അല്ല ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോകും ആ അത്രയും നേരം ഇപ്പം എങ്ങനെ പറഞ്ഞീനെ വണ്ടിയിൽ വെച്ചിട്ടല്ലേ പറഞ്ഞീനെ അതേമാതിരി കൊണ്ടുപോവാ എന്നാ വരി അല്ലാ ഐസ് ഈ കോയിനെ നമ്മൾ കൊടുക്കാൻ പോണത് നമ്മൾ ലൈറ്റ് ഒന്നും ഇട്ട് വെക്കണില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പത്തിനാകെ കോട്ടർമാൾ മൂടും കാരണം ഇവിടെ ഇഷ്ടം പോലെ കോട്ടർമാളാണ് കുടുങ്ങിക്കണേ ഈ പോണാ ഫോണോ ഇത് ആ അതെ ഓക്കെ അത് ഇങ്ങോട്ട് പോരി അപ്പം നമ്മൾ ഗൈസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടി വരുന്നോ സ്കൂട്ടിൻ്റെ ഇവിടെ വെച്ചിട്ടല്ലേ ഇമ്മാൻ്റെ മടി കൊടുത്തളല്ലേ ഞാനിങ്ങനെ ചെരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ വിൽക്കും ചൊകിനിട്ട് കാലിട്ട് മടി ഒരു കൊട്ട മടിയിലേക്കാ ചെരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ വെക്കാം മടിയിൽ വെച്ചാണ് അങ്ങനെ ആകുമ്പോ എങ്ങനെ വെക്കാം വെച്ചാൽ മതി ആണോ പൊക്കിക്കണി മാമ പോയിക്കോ അയ്യോ അല്ലാ പോണട്ടോ ഇറക്കം ഇറങ്ങിയിട്ട് മതിയോ എന്നാ നോക്കി ഇറങ്ങിക്കോളി പോട്ടെ പോയിക്കോളി ഓക്കെ പതുക്കട്ടോ ആ ഓല് നോക്കി പോയിക്കോളും പോകുന്നുണ്ട് ഒരു മട്ടത്തിലൊക്കെ ഗൈസ് ഓല് താഴെ പോയി ഗൈസ് ഇനി ഞാനും മമ്മി അതിൻ്റെ ബാക്കിൽ ഇറങ്ങട്ടെ വണ്ടി എടുത്തിട്ട് അല്ലല്ലാ വല്ലാത്തൊരു കഷ്ടപ്പാടാണ് എൻ്റെ പിന്നാലല്ലത് ഇല്ലേ മമ്മ ഞാൻ കാലിട്ടിരിക്കണോ എങ്ങനെയല്ലേ ഇരിക്കും കയറി കാലിട്ടിരിക്കുക ഇറങ്ങിയാൽ മതി ഇനി ഗൈസ് ഞങ്ങൾ ഇനി അവിടെ പോയോക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി ഇതാക്കാം ഞങ്ങളിവിടെ കോഴിക്കടയിലെത്തി വേഗം കയറിക്കോ ഇറങ്ങിക്കോ അതാ ഓക്കെ പിടിച്ചോ എന്നാ പൊക്കിയെടുത്തേക്കല്ലെന്നാ കൊറേ ഉണ്ട് ഓൻ്റെ അടുത്തുന്നുണ്ടോ കോഴി നോക്കി പിടിച്ചോണ്ടി അങ്ങോട്ട് ഒരു കത്തി എന്തേലും എടുക്കണോ അല്ല ഇത് ഇവിടുന്ന് കൂടി മണ്ടാൻ വെച്ചല്ലേ എന്നാ ഇജ്ജ് തുറന്നടാ കാലൊന്നും കെട്ടിട്ടില്ല വെള്ളം കുറച്ച് ഊക്കില്ലോനാട്ടോ ഓനെ പിടിച്ചുമ്പോ കരുത് 1.5 കിലോമീറ്റർ മണ്ടിച്ചു ഓ നല്ലോണം മണ്ടിപ്പിച്ചണോ ഞങ്ങളെ നോക്കടാ നമുക്കൊരു കരിമ്പൂ കറുത്ത പെട്ടുണ്ടെങ്കിൽ വാങ്ങാൻ കറുത്ത പെട്ടണ്ട
അതാണ് സീൻ. പിടിച്ചു പോഞ്ഞ തൂക്കാനേ തൂക്കാനേ ഇപ്പൊ ചാത്തുണ്ടോ പിന്നെ തൂക്കാനടി എന്തൊക്കെയാ കാട്ടി വെച്ചിക്കണേ കൈയെടുത്ത് ലോക്കായിട്ടേ എന്റെ ചിറകെടുത്താണ് ലോക്ക് ആക്കി വെച്ചിക്കണേ എത്ര 6200 എല്ലാം കൂടി 6 കിലോന് 200 ഗ്രാമോ? ആ ഓക്കെ. 6200. പിന്നെ അല്ല പിന്നെ ഇറച്ചിയാക്കൂലി. എന്താടാ കിലോ വില? കിലോ 200. നമ്മളെ കോഴി കറിയാണ് കഴിച്ച് നമുക്ക് കാണാ. കരയല്ലേ കാണുന്നത് മായ്ക്കല്ലോ. എന്താ ഓട്ടറിയോ? പൈസ 1250. എന്നാ ഇത് ഉമ്മാന്റെ സംഭാവന അല്ല ഉമ്മാന്റെ വരുമാനം. 1220 ആണ്. 1250 കൂടി കാണട്ടെ ഇന്ത്യക്ക് തന്നെ വന്ന് കൈ പിടിച്ചോളി. എടാ അവിടെ വാ. എടാ ഒരു കരിങ്കോയിനാ പെട്ടനെ എനിക്കറിയില്ല. എനിക്കറിയില്ല കരിങ്ക്. ആ നമുക്ക് തണുപ്പ് കാലത്ത് വാങ്ങി. മഴക്കാലത്ത് വാങ്ങാം. ഇതിന്? ചൂടല്ലേ ഇതിനല്ലേ ഗൈസ് നോക്കിയാ ഇതിനെ നമുക്ക് കടക്കി കിടത്താം അല്ലേ? എന്താ ചൊറുക്ക് ഗൈസ് കാണാന് അല്ലേ? പിടിച്ച് കെട്ടി പിടിച്ച് കിടക്കാ. ഏത് കിട്ടണ് കറിയൊന്നും അവിടെ വെട്ടിക്കണേ ഇല്ല ഇല്ല അങ്ങോട്ട് ഇട്ടിക്കണടി. കാണട്ടടാ ഇനി കാണൂലമ്മ ഇരുട്ടല്ലേ. എന്നാ വരി നമുക്ക് ഇനി പെരി പോവാ. ഗുളിക വാങ്ങിക്കോട്ടെ. ഗുളിക അത് വാങ്ങാം. ഉമ്മക്ക് ഒരു ഗുളിയും കൂടി വാങ്ങണ്ട. വാങ്ങണെന്നാ പറയണേ. ഒരു സ്വൽപ്പ കുപ്പി വാങ്ങണടി. സുർക്കുപ്പി അങ്ങ് അച്ചാറുണ്ടാകുമ്പോ വെളിച്ചെണ്ണയും വേണം. എണ്ണ ഇനി കഴിച്ച് നമുക്ക് കുറച്ച് പെരിക്കുള്ള സാധനങ്ങൾ വാങ്ങാണ്ട് അതും കൂടി വാങ്ങിയാണ്ട് ഇനി നമുക്ക് നേരെ പെരി പോണം. ചാറ്ററിയണേ ഓനല്ലേ എങ്ങനെ കൊറേ പോയില്ലേ കൊറേ പിടിച്ചിട്ട് പോയി. കരയണ്ടടാ സാറില്ല ചാറ്റ് എടുത്തല്ലേ. മറ്റോണ്ടല്ലോ എന്റെ ഫേവറേറ്റ്. ഇനി കുഴപ്പമില്ല. നമുക്ക് പെരിയില് ഒരാളുണ്ടല്ലോ അല്ലേ? ഇവനെ ഇതിനൊക്കെ വാങ്ങണ കഴിച്ച് ഇൻഷാല്ല. മുതല വായിക്കൊരു സാധനം ഉണ്ടോ ചുണ്ട്. അപ്പൊ കഴിച്ച് നമുക്ക് ഇനി നേരെ ഇനി പെരി പോയേക്കാം അല്ലടാ. നേരെ പെരി പോവല്ലേ? ഓക്കെ ബാ പെരി വരുന്നില്ലേ? കൊട്ട കൊട്ട വേണ്ടേ? എന്നാ കൈ പിടിച്ചോളി. സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങള് നേരെ ഇതാക്കണം. ഇപ്പൊ വർക്ക്ഷോപ്പൊക്കെ വന്നിക്കാണ് വണ്ടിയും കൊണ്ടിട്ട്. എന്തിനാണ് കുറെ നാളായി ചേച്ചി നമ്മള് വണ്ടിയുടെ ടയർ മാറ്റണം വിചാരിക്കണേ. പക്ഷെ ഇന്നാണ് നമുക്കൊന്ന് ടൈം കിട്ടിയത്. ഏതാ ബാക്കല്ലേ? ബാക്കത്തത് ബാക്ക് ഗൈസ് ഇങ്ങനെ അയക്കണം. അതായത് മുട്ടയിക്കണേ. ഇതിന് ഒരു ഇളക്കുണ്ടോ ഉണ്ടോ അറിയില്ല. കഴിഞ്ഞാണല്ലോ ടയറ്. അപ്പൊ ഗൈസ് ടയറും കൂടി അപ്പൊ പിന്നെ സീനില്ല. എന്തായാലും ഗൈസ് ഇനി ടയർ മാറ്റട്ടെ. എന്താണ് അവിടെ പോകുമ്പോ നമ്മള് ചില ടൈമിൽ ലോങ്ങൊക്കെ പോകുമ്പോഴേ അതായത് തിരൂർക്കൊക്കെ പോകുമ്പോ ചെറിയൊരു വെട്ടല് വരുന്നുണ്ട്. അത് ടയറിന്റെ ആണ് എന്നാണ് തോന്നുന്നത്. അറിയില്ല. ഇത് മാറ്റിയിട്ട് എന്താ അവസ്ഥ നോക്കുക. എടുത്താണ് അത്ര ഉള്ളു. ഇത് ട്രൈ ചെയ്ത് നോക്കണം. അവിടെ പണിക്കണോ?